8 വർഷമാണ് അദ്ദേഹം സ്മോക്കിംഗ് ഉണ്ടായിരുന്നു. പുകവലി 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ നന്നായിട്ട് വായിക്കും. ഞാൻ നിങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ വായിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരു ഘട്ടമെത്തിയപ്പോൾ പറഞ്ഞ് അദ്ദേഹത്തിന് പുകവലി നിർത്തണം, പക്ഷെ കഴിയുന്നില്ല. എൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഒരു മോഹന നിദ്ര എന്ന് പറയും, ഏതാണ്ട് ഒരു ചെറിയ മോഹന നിദ്ര. അത് നമ്മൾ പാടെ എത്ര ചെയ്തത് നമ്മുടെ അമ്മമാരൊക്കെ ചേരുന്ന ഹിപ്നോട്ടിസോ എന്തോന്നറിയാം, മക്കളെ ഉറക്കുന്നത് എങ്ങനെയാ? രാരോ രാരോ, ആരും ഉറങ്ങല്ലേ, രാരോ രാരോ, ഒരേ ശബ്ദം. ഞങ്ങൾ പലരും പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങൾ പലരും ഉറങ്ങുന്ന ഇങ്ങനെ, നിങ്ങളെ ഹിപ്നോട്ടൈസ് ചെയ്യുക. ഒരേ ശബ്ദം പപ്പടം അടിച്ച് പരത്തുന്ന മാതിരി അങ്ങോട്ട് പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ ആളുകൾ ഉറങ്ങും. ഞങ്ങളിതാ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അവരോട് പറയും, ചാരി കസേരയിലിരിക്കൂ, കണ്ണുകളടയ്ക്കൂ, നന്നായിട്ടൊരു ശ്വാസം എടുക്കൂ, സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടൂ. നിങ്ങളുടെ ശരീരമെല്ലാം റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ മനസ്സും ശരീരവും ശാന്തമായിക്കൊണ്ടേയിരിക്കുകയാണ്, വളരെ ശാന്തമായിക്കൊണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തെ പതുക്കെ ഉറക്കത്തിനകത്തേക്ക് വഴുതി വീഴാൻ തുടങ്ങും. നല്ല ബോധമായിരിക്കും. ഈ സമയത്താണ് അബോധ മനസ്സിനോട് നമ്മൾ കൽപ്പിക്കുന്നത്. അദ്ദേഹത്തോട് ഏതാണ്ട് പകുതി മോഹനനിദ്രയിലായപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്കിനി ഒരിക്കലും പുകവലിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പുകവലിയോട് നിങ്ങൾക്ക് വെറുപ്പാണ്, ഇത് നിങ്ങളുടെ ശരീരത്തിന് ദോഷമാണ്, നിങ്ങൾക്കൊരിക്കലും ഇനി പുകവലിക്കാൻ കഴിയത്തില്ല. ഹിപ്നോട്ടിസം എന്നാണ് പറയുന്നത്. ഇത് കഴിഞ്ഞു അദ്ദേഹം നോർമലായിട്ടുള്ള ഘട്ടത്തിനകത്തേക്ക് വന്നു. എൻ്റെ അടുക്കൽ എത്ര പേരെയാണെന്നറിയാം അദ്ദേഹം കൊണ്ടുവന്നത്. ഒരിക്കലും പുകവലിച്ചിട്ടില്ല. പക്ഷേ എല്ലാ പുകവലിക്കാരും എന്നെ കൊണ്ട് ഇങ്ങനെ വരുത്താൻ കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ മദ്യപാനികളെല്ലാം ഞാൻ മാറ്റണം, എല്ലാവരെയും മാറ്റണം, അത് നടക്കത്തില്ല, പരിമിതിയാണ്. പക്ഷേ അദ്ദേഹത്തിന് മാറണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ചില അമ്മമാർ നീ പോകുന്നിടത്ത് ഒരിടത്തും ഗുണം പിടിക്കല്ലടാ, നീ പഠിച്ചാൽ ശരിയാവത്തില്ലടാ, അല്ലെങ്കിൽ നീ ശരിയാവത്തില്ലടി. എനിക്ക് ഓർമ്മയുടെ ഒരു അമ്മ മോളോട് പറഞ്ഞ്, എൻ്റെ ദൈവമേ നീ പോകുന്ന വഴിക്കുമല്ല വണ്ടിയൊക്കെ ഇടിച്ച് ചാകണേടിയെന്നാ. അവളൊരു ഓട്ടോറിക്ഷക്കാരൻ്റെ കൂട്ടത്തിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഇറങ്ങിപ്പോയിട്ട്, അമ്മ പറഞ്ഞല്ലോ പോയി നശിക്കണേന്ന്. അമ്മമാരൊക്കെ സൂക്ഷിച്ച് വേണം, അപ്പന്മാരും സൂക്ഷിച്ച് വേണം പറയുന്ന വാക്കുകൾ. അവൻ കഴുതയാകും, അവൾ കഴുതയാകും. അതുകൊണ്ടാണ് ബാത്റൂമിൽ കൗമാരക്കാർ കയറി 1 മണിക്കൂറാണ് കുളിക്കാൻ നിൽക്കുന്നത്. എന്തുവാടി എത്ര നേരമായിട്ടാ കയറിയിട്ട്? അവർ നോക്കുക സൗന്ദര്യം ഉണ്ടോ. എൻ്റെ അപ്പ അല്ലേ പറഞ്ഞത് കഴുത എന്ന് വിളിച്ചത്? അവനെ തന്നെ കണ്ടെത്തുക. ഞാൻ ഈ പറഞ്ഞു വന്നത് കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിലാണ്. അന്ന് നമ്മൾ ചവിട്ടി തേച്ചു മക്കളെ, ഭാര്യയെ, ഭർത്താവിനെ. നമ്മളെ ബാധിക്കുമെന്ന് അറിഞ്ഞിരിക്കണം, വ്യക്തിത്വത്തെ ബാധിക്കും. എന്നിട്ട് നമ്മൾ പറയാം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കണമെന്നാ. ചുമ്മാതാ, എൻ്റെ അപ്പനെ പോലെ ഇരിക്കുക ദൈവമെങ്കിൽ എനിക്ക് അങ്ങനെ വേണ്ടെന്നാ. മക്കളെന്താണെന്നറിയാം ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് അകന്നു പോയത്? ഞാനും നിങ്ങൾ ഈ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിലും ബന്ധത്തിലൂടെ മക്കളോടും കുടുംബത്തോടും ഭാര്യയോടും ഭർത്താവിനോടും കാണിക്കാത്തടത്ത് ഈ ഭക്തിയോട് മക്കൾക്ക് പുച്ഛ. അതാ കർത്താവ് നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതെന്ന്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ ഇവിടുത്തെ കുടുംബ ബന്ധത്തിൽ നിന്ന് അവനത് തിരിച്ചറിയണം. പോട്ടെ, ഞാൻ ആ ഭാഗം ചിലത് പാറമേൽ വീണിട്ട് വിത്ത് കിളിർത്തു, പക്ഷേ വേരിറങ്ങാൻ കഴിയത്തില്ല, കടുപ്പമാ. താഴോട്ട് വേരിറങ്ങിയാൽ മാത്രമേ മുകളിലേക്ക് ശിഖരങ്ങൾ വളരൂ, വൃക്ഷം മുകളിലേക്ക് പൊങ്ങൂ, കായ്കൾ വളരൂ, അതിനകത്ത് പൂക്കൾ വളരൂ. പല വീടുകളിലും സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കത്തില്ല, കല്ല. ഭാര്യയോടും പ്രകടിപ്പിക്കത്തില്ല, ഭർത്താവിനോടും പ്രകടിപ്പിക്കും. ഞാൻ വരുന്നുണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എല്ലാ ആളുകളും ഫ്രിഡ്ജിനകത്ത് ഫ്രീസർ എന്നും പറഞ്ഞൊരു സാധനമുണ്ട്, അതിനകത്ത് ഈ ഇറച്ചി മീനൊക്കെ കല്ലാക്കി വെച്ചേക്കുന്ന പോലെ. ഭർത്താവിനോടും പ്രകടിപ്പിക്കത്തില്ല, ഭാര്യയോടും പ്രകടിപ്പിക്കത്തില്ല, മക്കളോടും ചുമ്മാതല്ല കണ്ണി കാണുന്നത് എല്ലാം ചപ്പി അവർ പ്രേമം അടിച്ചുകൊണ്ട് വരുന്നത്, എല്ലാം അടിച്ചെടുത്തോണ്ട് വരും. എന്നാണെന്നറിയോ? നിങ്ങൾ സ്നേഹം പ്രകടിപ്പിക്കാൻ മറന്നുപോയി. ഏതോ ഒരു ചെക്കൻ പറഞ്ഞു ഐ ലവ് യു, അപ്പോൾ അവളും പറയും ഐ ലവ് യു ടു. നിങ്ങൾ പറഞ്ഞില്ല, വല്ലവരും പറഞ്ഞു. കുടുംബത്തിൻ്റെ അന്തരീക്ഷം. അപ്പം അവിടെ വാത്സല്യവും സ്നേഹവും പ്രകടിപ്പിക്കാത്ത സ്നേഹം പെയ്യാത്ത മഴമേഘം പോലെയാ. നമ്മൾ വിചാരിക്കുന്ന ഒന്നുണ്ടെങ്കിൽ ഒലക്ക വെച്ചടിക്കണം. ഇത് കേരളത്തിലെ പഴഞ്ചക്കാലമാണ്. തിരുവഴുത്ത് അങ്ങനെയൊന്നും അല്ല പറയുന്നത്. അതെ, പുത്രനെ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ എന്നാണ് ദൈവം പറഞ്ഞു, ഒറ്റ എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ അവിടെ അതും വളർന്നില്ല. 3ാമത്തേത് പറയാം, മുള്ളിനിടയിൽ. അതൊന്നും എനിക്ക് വിവരിക്കാൻ സമയമില്ലല്ലോ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങ് കട്ടപ്പന 14 വയസ്സുകാരനൊരു കൊച്ചു പെങ്കൊച്ചിനെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊന്ന് മരത്തിൻ്റെ പൊത്തിൽ ഒളിപ്പിച്ച് വെച്ച്. വായിച്ച ഓർമ്മയുണ്ടോ? നിങ്ങൾ ബൈബിള് മാത്രമേ വായിക്കത്തുള്ളൂ. ദൈവമേ, ഞാൻ മാലാഖമാരോടൊപ്പം ആയിരിക്കുന്നേ. ചില ആളുകൾ മനോരമ മാത്രമേ വായിക്കുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ 10 വയസ്സുകാരൻ ഒരു കൊച്ചു പെൺകുട്ടി അതിനടുത്തുള്ള സ്ഥലത്ത് നെടുങ്കണ്ടത്ത് വെള്ളത്തിൽ തള്ളിയിട്ട കുട്ടിയെ കൊന്നത് ഓർമ്മയുണ്ടോ? എന്താ സംഭവിച്ചത്?
IGB സന്ധ്യ ഒരു പഠനം നടത്തി. ഒരു ഞായറാഴ്ച പതിപ്പിനകത്ത് അവരെഴുതി 2 കുടുംബത്തിലെ അപ്പന്മാർ മദ്യപിക്കുമായിരുന്നു. 2 കുടുംബത്തിലെ അപ്പന്മാർ നീലച്ചിത്രം ബ്ലൂ ഫിലിം കാണുമായിരുന്നു. ബ്ലൂ ഫിലിം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിഞ്ഞുകൂടാൻ ഞാൻ പറയാം, ലൈംഗികമായ വൈകൃതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ചിത്രങ്ങളാണ്. നഗ്നതയും ലൈംഗിക വേഴ്ചകളും ഇതെല്ലാം കാണിക്കുക. ഈ കുട്ടികളിത് ഈ അപ്പന്മാർ കാണുന്നതൊക്കെ പുറകെ കൂടെ ഒളിച്ചു നോക്കി കണ്ട് പരീക്ഷണം നടത്തിയതാ. അവർ വളർന്ന കുടുംബത്തിൻ്റെ അന്തരീക്ഷം വൈകൃതങ്ങൾ കൊണ്ട് നിറഞ്ഞതാ. അവരെ ബാധിച്ചു. എന്നിട്ട് കർത്താവ് പറയുന്നത്, നല്ല നിലത്ത് വീണത്, അനുകൂലമായ അന്തരീക്ഷം, നല്ല വളക്കൂറുള്ള മണ്ണ്, നല്ല മൃദുലമായ മണ്ണ്, നല്ല സൂര്യപ്രകാശം, നല്ല വെളിച്ചം, നല്ല വെള്ളം, അവിടെയാണ് വളരുന്നത്. കുടുംബം ശരിയല്ലയോ ആരും വളരില്ല, എല്ലാവരും തളർന്നുകൊണ്ടേയിരിക്കും. അപ്പം അതിൻ്റെ അർത്ഥം എനിക്കും നിങ്ങൾക്കും ഒരു കുടുംബ പശ്ചാത്തലത്തിൽ വൈകൃതങ്ങളുണ്ടെങ്കിൽ ഞാനിങ്ങനെ ആയിപ്പോയത് അതുകൊണ്ടാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടണ്ട. ഒരു നല്ല നിലമുണ്ട്, വചനമാകുന്ന നിലം, പരിശുദ്ധാത്മാവാകുന്ന പാഴും ശൂന്യമായതിനെ ഒരു പുതിയ സൃഷ്ടി നടത്തുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ പുത്രൻ്റെ സ്നേഹം, സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കാനുള്ള ഭാഗ്യം. കാൺമീൻ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക്. എത്ര വൈകൃതമുള്ള കുടുംബത്തിൽ നിന്ന്. അതുകൊണ്ടാണ് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവൻ മിഷനറി ആയിട്ട് മാറുന്നത്, അവനൊരു മാലാഖിയായിട്ട് മാറുന്നത്. അതുകൊണ്ട് എൻ്റെ കുടുംബ പശ്ചാത്തലം ശരിയല്ല എന്ന് പറഞ്ഞ് ആരും രക്ഷപ്പെടണ്ട. അതിനപ്പുറത്ത് മറ്റൊരു കുടുംബത്തിലാണ് നമ്മൾ ജനിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കുടുംബം എന്ന് പറഞ്ഞത് അത്ര നിർണായകമാണ്. ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ആ ഭാഗം അതിനകത്തുനിന്ന് മുമ്പിലേക്ക് അങ്ങ് പോകട്ടെ. മാനസിക രോഗികളായ ആളുകളുടെ ഇടയിൽ നടത്തിയൊരു പഠനമുണ്ട്. ആശുപത്രികളിൽ മാനസിക രോഗത്തിന് ചികിത്സ തേടുന്ന മാനസിക രോഗികളായിട്ടുള്ള ആളുകളുടെ ഇടയിൽ നടത്തിയൊരു പഠനം കാണിക്കുന്നത്, അവരിൽ 85% മാനസിക രോഗികളും പ്രക്ഷുബ്ധമായ കുടുംബാന്തരീക്ഷത്തിൽ നിന്ന് വന്നെന്ന. പ്രക്ഷുബ്ധ കുടുംബം എന്ന് പറഞ്ഞാൽ കലഹം, വഴക്ക്, അസ്വസ്ഥത, ആക്രമണം, മദ്യപാനം, അവിശ്വസ്തത, വേർപ്പെടുത്തുക, ഡൈവോഴ്സ്. അപ്പം അതിൻ്റെ അർത്ഥം കുടുംബമാണോ മാനസിക രോഗത്തെ ബ്രീഡ് ചെയ്യുന്ന ഗ്രൗണ്ട്? പഠനങ്ങൾ കാണിക്കുന്നതാ. അതിൻ്റെ അർത്ഥം കുടുംബം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി എ ഹെൽ ഓർ ഇറ്റ് ക്യാൻ ബി എ ഹെവൻ. ഒന്നിലത് നരകമായിരിക്കാം, അതല്ല അത് സ്വർഗമാക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞല്ലോ, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ. നാടൻ കവി പറഞ്ഞു, തനിക്ക് താനേ. ഇവിടെ അറിയാവുന്നവരൊക്കെ ഉണ്ട്, ടീച്ചേഴ്സ് ആരണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. തനിക്ക് താനെ പണിവത് നാഗം. നാഗം എന്ന് പറഞ്ഞാൽ സ്വർഗം, നരകവും. ഇപ്പം നിങ്ങൾ ഈ കുടുംബജീവിതത്തെ നിങ്ങൾക്കൊരു നല്ല സ്വർഗമാക്കാം, അതല്ല നരകമാക്കാം. അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്തു, നിന്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ സകല ജാതികളും തലമുറ തലമുറ തലമുറയായി ഒറ്റ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ഞാൻ നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളെന്നാണ് പറയുന്നത്. മുസ്ലിംസും പറയുന്ന അബ്രഹാമിൻ്റെ മക്കളാണെന്നാണ്, യൂദന്മാരും പറയുന്ന അബ്രഹാമിൻ്റെ മക്കൾ. എല്ലാവർക്കും ഭയങ്കര ആത്മാഭിമാനമാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ വംശാവലി ഞാനും നിങ്ങളും അവൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അനന്തരഫലം കൊയ്യുന്നവരാ. അങ്ങനെയാണ് നമ്മൾ ദൈവരാജ്യത്തെ പ്രവേശിച്ചത്. അതിൻ്റെ അർത്ഥം ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതാണോ? തലമുറ തലമുറ തലമുറ. നാട്ടുകാരനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ ഭയങ്കര സന്തോഷവും സമാധാനമായിരിക്കും. തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ജാതിയും ഗോത്രവും ഭാഷയും ഒറ്റ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടപ്പോൾ. മറുസൈഡ് വേറൊരാളും കൂടെ ഉണ്ട്, ലോത്തിൻ്റെ കുടുംബത്തെക്കുറിച്ച് ദൈവം അരുളി ചെയ്തത്, അമോന്യരും മോവാബ്യരും ശപിക്കപ്പെട്ടവർ. 10 തലമുറ വരെ ആരും ദൈവത്തിൻ്റെ ആലയത്തിൽ പ്രവേശിക്കാൻ, ആവർത്തന പുസ്തകത്തിൽ നെഹമ്യാവിലോ പറയുന്നത്, ദൈവാലയത്തിൽ പ്രവേശിക്കരുതെന്ന്. എന്തു പറ്റിയെന്നറിയാമോ? ഒരാളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവം പറയുന്ന അതുപോലെ അനുസരിച്ചു, ഒന്നും നോക്കാതെ ഇറങ്ങിത്തിരിച്ചു. പക്ഷെ മറുഭാഗത്തിൽ ലോത്ത് ഇറങ്ങിത്തിരിച്ചു. ദൈവം വിളിച്ചിട്ടൊന്നുമല്ല, വിശദീകരിക്കത്തില്ല. അദ്ദേഹം പോയി താമസിച്ച സ്ഥലം ഓർമ്മയുണ്ടായിരിക്കില്ല, മോസ്റ്റ് മോഡേൺ ആയിരുന്നു.
അമേരിക്കയിലൊക്കെ സ്വവർഗപ്രേമമൊക്കെ ലീഗലൈസ് ചെയ്തിരിക്കുക, നിയമവിധേയമാക്കിയിരിക്കുകയാണ്. അക്കാലത്തുണ്ടായിരുന്നൊരു സോദോം ഗൊമോറ, അവിടെ ആണും പെണ്ണും പോലും തിരിച്ചറിയാത്തൊരു സ്ഥലം. എന്നാലും അവിടെ താമസിച്ചു. അവിടുത്തെ സമ്പത്ത്, അവിടുത്തെ സുഖം, അവിടുത്തെ മോഡേണിറ്റി, ആധുനികത അത് എൻജോയ് ചെയ്തു. തിരശീലയില്ലാതെ വന്നു. മക്കൾക്കറിഞ്ഞുകൂടായിരുന്നു അപ്പനും മക്കളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. ഒരു മലയിലേക്ക് കയറിപ്പോയി, അപ്പനോടൊപ്പം ശയിച്ചു. 2 മക്കളുണ്ടായി. ഓർമ്മയുണ്ടായിരിക്കും അല്ലേ? അമോന്യരും മോവാബ്യരും ശപിക്കപ്പെട്ടവർ. അതിൻ്റെ അർത്ഥം എൻ്റെയും നിങ്ങളുടെയും കുടുംബം വൈകൃതത്തിനകത്തേക്ക് വഴുതി വീണാൽ തലമുറകളെ ബാധിക്കുമെന്നറിയണം. അടുത്ത തലമുറകൾ അങ്ങനെ കുടുംബം അടുത്തുണ്ടെങ്കിൽ അടുത്ത് താമസിക്കുന്നവർക്കൊക്കെ ടെൻഷനായിരിക്കും. എന്നും ശാപമില്ല. എനിക്ക് ശാപമുറിക്കൽ ശുശ്രൂഷയിലൊന്നും വിശ്വാസമില്ലാത്ത ആളാണ്. കാൽവർ കുറിച്ചിലല്ല ശാപം മാറ്റി എന്നുള്ള വിശ്വാസം. വിശ്വാസത്താൽ അത് കിട്ടും, നമുക്ക് അനുഗ്രഹം കിട്ടും. അതാ ഷാനി പറയുന്നത്. അവളുടെ ശാപം, ആ കുടുംബത്തിൻ്റെ ശാപം മാറി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ ഒരു വംശാവലിയുടെ കാര്യം പറയുന്നുണ്ട്. അതിനകത്ത് മോവാബ്യ സ്ത്രീ ആയിരുന്ന രൂത്ത അതിനകത്തുണ്ട്. വായിച്ചിട്ടുണ്ടോ? അവൾ യേശുക്രിസ്തുവിൻ്റെ വംശാവലിക്കകത്ത് വന്നിരിക്കുക. അതിൻ്റെ അർത്ഥം ശാപത്തിൻ്റെ വംശാവലിക്കകത്ത് മാറ്റം വരും. കുടുംബത്തിൻ്റെ ഈ അസ്വസ്ഥതയ്ക്കും ഒക്കെ മാറ്റം വരും. എപ്പോഴാണെന്നറിയാമോ? അവൾ പറഞ്ഞു, നിൻ്റെ ദൈവം എൻ്റെ ദൈവം, നിൻ്റെ ജനം എൻ്റെ ജനം. അവൾ അങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ വംശാവലിയുടെ ഭാഗമായി തീർന്നു. നമ്മുടെ ഒരമ്മ അവൾ, കേട്ടോ. അതിൻ്റെ അർത്ഥം നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാം. ജനഭാഗം പരിമിതപ്പെടുത്തട്ടെ. ഇത്ര ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ഇതാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ അത്ര പ്രധാനമാണ്. ഭക്തിക്ക്, ജീവിതത്തിന്, മനോഭാവങ്ങൾക്ക്, എല്ലാ കാര്യത്തിനും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകം എന്താണോ കുടുംബം. ഈ തോട്ടത്തിൽ എന്ത് സംഭവിക്കുന്നോ അത് നമ്മളെല്ലാവരെയും സ്വാധീനിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും വളരുവാൻ അനുകൂലമായ അന്തരീക്ഷം ഈ തോട്ടത്തിലുണ്ടാകണം. അതിനകത്തേക്ക് നമുക്ക് വരാം. ഇന്നത്തെ കുടുംബത്തെക്കുറിച്ച് ഞാൻ ഓൾറെഡി നേരത്തെ സൂചനകൾ പറഞ്ഞു. എങ്കിലും പഠനങ്ങൾ കാണിക്കുന്നതൊക്കെ ഏതാണ്ട് കഴിഞ്ഞ 25-30 വർഷങ്ങൾ കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന നിലനിന്നിരുന്ന പാരമ്പര്യ സമൂഹത്തിലെ വളരെ വളരെ ദൃഢതയുണ്ടായിരുന്ന കുടുംബത്തിന് ഇന്ന് ചാഞ്ചല്യം സംഭവിച്ചിരിക്കുകയാണ്. മറ്റേത് കാലത്തും കുടുംബം അഭിമുഖീകരിച്ചതിനേക്കാൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലമാണ് ഞാനും നിങ്ങളും ജീവിക്കുന്ന ഒരു കാലം. ഇവിടെ കൂട്ടുകുടുംബം എന്ന് പറഞ്ഞൊരെണ്ണം ഉണ്ടായിരുന്നു. സോഷ്യോളജിസ്റ്റുകളാണ് നിങ്ങൾക്ക് വേണ്ടി അത് വിവരിക്കേണ്ടത്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞാൽ അപ്പച്ചൻ, അമ്മ, മക്കള്, മരുമക്കള്, പശു, പട്ടി, ആട്, ഇതെല്ലാം കുടുംബത്തിൻ്റെ ഭാഗമാണ്. പണ്ടൊരു മരണം ഉണ്ടായാലേ വീട്ടിൽ നിൽക്കാൻ ആളുണ്ട്. എത്ര ദിവസമാണെന്നറിയാം കുടുംബക്കാർ നിൽക്കുന്നത്. ഇപ്പം മക്കള് ഇംഗ്ലണ്ടിലാ, വരുന്നതിന് മുമ്പേ അവർ സ്ഥലം വിടും. സമയമില്ല, എല്ലാവരും തിരക്കാ. അപ്പനും അമ്മയും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇവിടെ ഓൾഡ് ഏജ് ഹോം വളരെ കുറവായിരുന്നു. ഇവിടെ എന്തെല്ലാം തിരുവല്ലായ്ക്ക് അടുത്ത് തന്നെ നല്ല ഓൾഡ് ഏജ് ഹോമുകളുണ്ട്. അറിയാമായിരിക്കും അല്ലേ? ഇല്ലെങ്കിൽ ഞാൻ പേര് തരാം. മക്കളിപ്പോൾ എവിടെയാ? ആകെപ്പാടെ ബൈബിള് പറയുന്ന നമ്മൾ എന്നെ തിരുത്തി. ബൈബിള് പറയുന്ന മക്കളെ കൊണ്ട് അവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നമ്മൾ ഗവൺമെൻറ് പഠിപ്പിച്ച വചനം അതുപോലെ അങ്ങ് വിശ്വസിച്ചു. കുറച്ച് കാലത്തിന് മുമ്പേ പറഞ്ഞു മക്കളായാലും എത്രയാകാമെന്നാ. 2 പ്രായമുള്ളവരൊക്കെ അറിയേണ്ടതാണ്. ഞാൻ നോക്കി, നിങ്ങളുടെ പ്രായമൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് മിഡിൽ ഏജിന് മുകളിലുള്ളവരാ മെജോറിറ്റി കൂട്ടത്തിൽ. അതുകൊണ്ട് പുതിയതായിട്ട് കല്യാണം കഴിച്ചവരോട് പറയുന്ന പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ ഗവൺമെൻറ് പറഞ്ഞു നമുക്ക് അതുകൊണ്ടൊരു അറ്റാക്ക് വന്ന ചെക്കൻ എവിടാ? അയർലൻഡില. കൂടെ നിൽക്കുന്ന ആരാ? ഹോമിനേഴ്സാ. അതുകൊണ്ടാണ് മർത്തോമ ചർച്ചിൽ നേരത്തെ വർക്ക് ചെയ്തിരുന്ന ഒരു സാമുവൽ വർഗീസ് അച്ഛൻ ഉണ്ടായിരുന്നു, കായംകുളംകാരന്. അദ്ദേഹം പകൽ വീടെന്നും പറഞ്ഞൊരു പരിപാടി തുടങ്ങിയത് അങ്ങനെയാണ്. പല മാതാപിതാക്കന്മാരെയും ആളുകൾ കരുതാനില്ലാതെ അവഗണിക്കപ്പെട്ടപ്പോൾ കൊച്ചു പകൽ വീടുകൾ ഉണ്ടായി. പകലത്തെ സമയത്ത് അവരെ പോയി വാഹനങ്ങളിൽ കൊണ്ടുവരുന്ന കരുതുന്ന ഒരു കാലം. പണ്ടൊക്കെ അപ്പനും അമ്മയായിരുന്നു എല്ലാത്തിനും അധികാരം ഉണ്ടായിരുന്നത്. അന്ന് അവരുടെ കയ്യിൽ ആ താക്കോല്. കൃഷി ഉണ്ടായിരുന്നു, നിയന്ത്രിച്ചിരുന്ന അവരാ. അപ്പനെ അമ്മ ഇങ്ങനെ തിരുമി പുറകെ നിൽക്കുക. എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഓഹരി കിട്ടണം. ഇപ്പോഴോ അപ്പച്ചൻ വേണേ മര്യാദയ്ക്ക് അവിടെ കാണാൻ കിടന്നിട്ട് കഞ്ഞി കുടിച്ചോണ്ട് കിടന്നത്. നേരെ തിരിഞ്ഞു.
ബൈബിള് പറയുന്നത് ദീർഘായുസ് ഉണ്ടാകാൻ അപ്പനെയും അമ്മയും അതുകൊണ്ട് അറ്റാക്ക് ഇന്ന് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പനോടും അമ്മയോട് ബഹുമാനം ഇല്ലാതെ വരുമ്പോൾ ടെൻഷനായിരിക്കും. തിരുവഴുത്തല്ലേ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പം ഞാനീ പറയുന്നത്, കുടുംബമെന്ന് പറയുന്നത് ഭയങ്കര മാറ്റത്തിലൂടെ പോകുന്നൊരു കാലമാണ്. കുടുംബത്തിൻ്റെ സ്റ്റെബിലിറ്റി അതിന് മാറ്റം വന്നിരിക്കുക. പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ 1 മുതൽ 2 വരെയുള്ള വിവാഹമോചനത്തിൽ എത്തുകയാണ്. നമ്മുടെ രാജ്യത്തിൽ 100-ൽ 1 കുടുംബം ബ്രോക്കൺ ആണെന്ന് അറിയണം. 1 കുടുംബം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കൊച്ചു കേരളത്തിൽ 40 ലീഗൽ ഡൈവോഴ്സസ് കൊച്ചു കേരളത്തിൽ നടക്കുന്നുണ്ട്. 121.19 കുടുംബങ്ങളാണ് കൊച്ചു കേരളത്തിൽ പെർ ഡേ കോടതികളെ സമീപിക്കുന്ന ഡൈവോഴ്സിന് വേണ്ടി. ഒരുപക്ഷെ ഞാനോ നിങ്ങളോ ഇതിനൊന്നും പോയിട്ടില്ലായിരിക്കും. പക്ഷേ പല ആളുകളും വിവാഹമോചിതരെ പോലെ കുടുംബത്തിൽ ജീവിക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം. ഇത് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, ഇത് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കോളേജ് പ്രൊഫസർ ഒരിക്കൽ എൻ്റെ അടുക്ക കൗൺസിലിങ്ങിന് വേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ബാങ്ക് മാനേജരാണ്. അവസാനം അദ്ദേഹം എന്നോട് പറഞ്ഞു, സർ, ദൈവം എനിക്ക് തന്നിരിക്കുന്നത് ദൗത്യമായത്. ഞാൻ ചോദിച്ചു, എന്ത് ദൗത്യമാണ്? അവളെ വഹിച്ചോണ്ട് പോകുക. ഭർത്താവ് 4 മണിക്ക് എഴുന്നേക്കണം, ചായ ഉണ്ടാക്കണം, ഭാര്യ വിളിച്ചെഴുന്നേൽപ്പിക്കണം. രാവിലെ ആകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, പിന്നെ ടിഫിനൊക്കെ ഉണ്ടാക്കി പാത്രത്തിലെല്ലാം വിളമ്പി വെച്ചിട്ട്, പേര് ഞാനങ്ങ് മാറ്റട്ടെ, എത്രേസ്യാമേ, എല്ലാം റെഡിയാ, എഴുന്നേറ്റ് വരാൻ പറയും. എങ്ങനെയുണ്ട്? അപ്പോൾ അദ്ദേഹം എന്നിട്ട് എന്നോട് പറയാം, സാറേ, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ദൗത്യമാണ്, നല്ല മനസ്സോടുകൂടി അത് സ്വീകരിച്ചിരിക്കുകയാണ്. പല ആളുകളും ഒരു കൂരയുടെ കീഴിൽ വിവാഹമോചിതരെ പോലെ ജീവിക്കുന്നുണ്ട്. ഒരാൾ തെക്കോട്ടും കിടക്കും, മറ്റേ ആൾ വടക്കോട്ടും കിടക്കും. എനിക്കറിയാം, എൻ്റെ അടുക്കൽ വരുന്ന ആളുകൾ, ഒരാൾ മുകളിലത്തെ മുറി കിടക്കും, മറ്റേ ആൾ താഴത്തെ മുറി കിടക്കും. 2 പേരും കൂടെ ആഹാരം കഴിക്കാനിരിക്കുന്ന മേശയുടെ അപ്പുറം ഇപ്പുറം ഇരിക്കും. എന്നിട്ട് 2 പേരും കുനിഞ്ഞിരിക്കുക. എന്തിനാണെന്നറിയാം? താഴെ എത്ര ടൈൽസ് ഉണ്ടെന്ന് എണ്ണുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ ബോംബ് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. എനിക്കറിയാം, വർഷങ്ങളായിട്ട് ശാരീരികമായിട്ട് യാതൊരു അടുപ്പമില്ലാത്ത ആളുകൾ. പിന്നെ എനിക്കറിയാം, ചില ആളുകൾ അങ്ങ് സന്യസിക്കാൻ തീരുമാനിച്ചില്ലേ കല്യാണം കഴിച്ചാലും. ഭാര്യയുടെ ശരീരത്തിന് മുകളിൽ ഭർത്താവിന് അധികാരം, ഭർത്താവിൻ്റെ ശരീരത്തിന് മുകളിൽ ഭാര്യയ്ക്ക് അധികാരം. എനിക്ക് ഓർമ്മയുണ്ട്, കോട്ടയംകാരി ഒരു അമ്മച്ചി എൻ്റെ അടുക്കൽ 50 വയസ്സുള്ള അമ്മച്ചി കൗൺസിലിങ്ങിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ പറഞ്ഞു, അത് ഞാൻ ഭയങ്കര കുടിയനാണ്. അപ്പോൾ ഞാൻ ഹിസ്റ്ററി ട്രേസ് ചെയ്തു. ഞാൻ ചോദിച്ചു, എപ്പോൾ മുതലാണ് കുടിയനായത്? അമ്മയുടെ മുഖം അങ്ങ് വിളറി. ഞാൻ ചോദിച്ചു, അതെന്താ? അവർ പറഞ്ഞു, എനിക്ക് പണ്ട് മുതലേ കന്യാസ്ത്രീ ആകാനായിരുന്നു ആഗ്രഹം. ഞാൻ ചോദിച്ചു, കല്യാണം കഴിച്ചിട്ട്? അത് എനിക്ക് 3 മക്കളുണ്ടായി. 3 മക്കളുണ്ടായ ശേഷം പിന്നെ ഞാൻ കന്യാസ്ത്രീയായിട്ട് ജീവിക്കാൻ അങ്ങ് തീരുമാനിച്ചു. ഇങ്ങനെ വീടിൻ്റെ മുറിയുടെ വാതിക ചെന്നാൽ അവർ കോട്ടി അടച്ച് സാച്ചായിട്ട് അങ്ങനെ കഥകെ ചവിട്ടി പൊളിച്ച് കുടിയനായിട്ട് മാറി. ചില ആളുകൾ സന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുക. പോട്ടെ, അതിനകത്തേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ഒരു പ്രവാചകൻ ചെന്നൊരു സ്ത്രീയുടെ തലേ കൈവച്ചിട്ട് പറഞ്ഞു, മകളെ, നിന്നെ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കാനായിട്ട് ഞാൻ നിന്നെ വിശേഷാൽ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ രാത്രി മുഴുവൻ കുത്തിയിരുന്ന് പ്രാർത്ഥന, ബൈബിൾ വായന, അടുക്കള കയറത്തില്ല, അങ്ങോട്ട് കയറത്തില്ല, ഭർത്താവിനെ ഒഴിവാക്കി സർവ്വസമയം ഏതാണ്ട് സന്യസിക്കുന്ന ലക്ഷണമാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, പല ആളുകളും കുടുംബത്തിൽ തന്നെ വിവാഹമോചിതരെ പോലെ ജീവിക്കുന്ന ആളുകളുണ്ട്. 2 പേർക്കും 2 അക്കൗണ്ട്, 2 രീതിയിൽ. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും പറഞ്ഞു, സുശേഷ വേലക്കാരനാണ് എൻ്റെ അടുക്ക് വന്നെ, ആ സ്ത്രീ ആണെങ്കിൽ എൻ്റെ മക്കൾ. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ പുള്ളിയുടെ അല്ലയോ എന്ന് ചോദിച്ച്. അവർക്ക് കാര്യം കറക്റ്റ് ക്ലിക്ക്, അയ്യോ പുള്ളിയുടെയാ എന്നാ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ. അങ്ങേരുടെ സ്വത്ത് അങ്ങോട്ട് പങ്കിടത്തില്ല, ഈ ഭാര്യ അവരുടെ സ്വത്ത് പങ്കിടത്തില്ല. 2 പേരുടെ എത്ര തുകയുണ്ട് 2 കൂട്ടർക്ക് അറിഞ്ഞൂടാ. പുള്ളിയുടെ പ്രോഗ്രാം, അവർക്ക് അവരുടെ പ്രോഗ്രാം. അവർ മേലാൽ 2 അല്ല, അവർ മേലാൽ 1 അല്ല, അവർ 2 അത്രേ.